ബഹുമാനപ്പെട്ട കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപമ്മ സാറിനെ മേടയിലേക്ക് ക്ഷണിക്കുന്നു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലയിലെ കുടുംബശ്രീ ഗ്രൂപ്പുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മികച്ച ഗ്രൂപ്പുകൾക്കുള്ള ആദരവ് നൽകുന്ന ഈ ചടങ്ങ് ഏറ്റവും ഗാംഭീര്യത്തോടുകൂടി ഇവിടെ സംഘടിപ്പിച്ച കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. 5 മണിക്കാണ് പരിപാടി പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ഒട്ടേറെ തിരക്കുകൾ കൊണ്ടാണ് വൈകി ഇവിടെ എത്തിയത്. അതുകൊണ്ടൊരു ദീർഘമായ പ്രഭാഷണത്തിന് ഈ അവസരം ഉപയോഗിക്കുന്നില്ല. കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാന ചടങ്ങുകളിൽ ഒരുപക്ഷെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഒരു മികച്ച ധനകാര്യ മാനേജ്മെൻറ്റോടുകൂടി ഇന്ന് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് കുടുംബശ്രീ. കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഒരുപോലെ സ്വിച്ചിട്ടാൽ ഒരേ സമയം എല്ലാ വീടിൻ്റെയും അകത്തളങ്ങളിൽ അല്ലെങ്കിൽ പുറത്ത് ഒരേ സമയം വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ് കുടുംബശ്രീ. ഇന്ന് കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും കുടുംബശ്രീ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉന്നമനം ആ കുടുംബത്തിലെ സ്ത്രീകൾക്കടക്കം വരുമാനമുണ്ടാകുമ്പോഴാണ് ഏറ്റവും ശ്രേയസ്കരമായി മാറുന്നത്. അത്തരം പ്രവർത്തനങ്ങളിൽ സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവന്നത് കുടുംബശ്രീയാണ്. പുരുഷന്മാർ മാത്രം പറയുന്നത് അനുസരിച്ച് അവർ കൽപ്പിക്കുന്നത് കേട്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടം മാറി. ഇന്ന് സ്ത്രീകൾക്ക് കൂടി ജെൻഡർ വ്യത്യാസമില്ലാതെ അഭിപ്രായം പറയാൻ പൊതുസമൂഹത്തിൽ ഒരുപക്ഷെ പുരുഷനോടൊപ്പമോ പുരുഷനേക്കാൾ മുന്നിലോ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയത് ഈ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനമാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബങ്ങളിലും അതിൻ്റെ സന്തോഷം അലയടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ കുടുംബശ്രീ പ്രസ്ഥാനം സജീവമായതോടുകൂടി നിരവധി വീട്ടമ്മമാർ, സഹോദരിമാർ അവരെല്ലാം അവരുടെ മനസ്സിൽ ഒളിഞ്ഞിരുന്ന അല്ലെങ്കിൽ അത് സമ്മർദ്ദം കൊണ്ട് കീഴടക്കി വച്ചിരുന്ന കലാ വൈഭവം പുറത്തു കൊണ്ടുവരാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങളിൽ നല്ലവണ്ണം പാടുന്നവർ, നൃത്തം ചെയ്യുന്നവർ, അഭിനയിക്കുന്നവർ, കഥ പറയുന്നവർ, ചിത്രം വരയ്ക്കുന്നവർ, അങ്ങനെ എല്ലാ വൈവിധ്യമാർന്ന കലകൾ ഉറങ്ങിക്കിടുന്ന ആ വീട്ടമ്മമാരെ, സഹോദരിമാരെ അവരുടെ കലാവൈഭവം പുറത്തു കൊണ്ടുവരാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കാൻ കഴിയത്തക്ക നിലയിൽ വിവിധങ്ങളായിട്ടുള്ള ചെറിയ യൂണിറ്റുകൾ മുതൽ ഏറ്റവും വലിയ യൂണിറ്റ് വരെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അവർക്ക് കഴിഞ്ഞു. അതെല്ലാം കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു കാര്യം. അതുകൊണ്ട് ആ കുടുംബശ്രീ പ്രസ്ഥാനത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്താനും അവർക്ക് ഊർജ്ജസ്വലത കൈവരിക്കാനും കഴിയുന്ന തരത്തിലേക്ക്
ഈ പ്രവർത്തകരെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ആ മേഖലയിൽ അവർ നടത്തുന്ന ആ പ്രാഗൽഭ്യം മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുത്തി അവരെ കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയത്തക്ക നിലയിൽ അവരെ ആദരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പരിപാടി ഇവിടെ നടത്താൻ തീരുമാനിച്ച പ്രവർത്തകരെ, സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ നന്മയും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.